ഇത് വരുന്നത് ID3 അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം നമ്മൾ ക്ലാസ് റൂമിൽ ചെയ്തിരുന്ന പോലെ തന്നെ നമ്മൾ ക്ലാസ് റൂമിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? നമുക്കൊരു ഡേറ്റാ ഫ്രെയിം അല്ലെ ഡേറ്റാ സെറ്റ് തരും, കുറെ ഫീച്ചേഴ്സ് തരും, ഒരു പ്രഡിക്ഷനും കാണും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ എൻട്രോപ്പി ഇൻഫർമേഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ഏറ്റവും ഇൻഫർമേഷൻ ഗെയിൻ കൂടുതലുള്ള ആളെ റൂട്ടാക്കി വെക്കും. ഈ ഒരു പ്രോസസ് ആണ് ചെയ്തത്. ആ സെയിം തന്നെ നമ്മൾ പാക്കേജസിന്റെ എല്ലാം സഹായത്തോടു കൂടി പ്രോഗ്രാം ചെയ്യുകയാണ്. അത് നമുക്ക് ജസ്റ്റ് എന്താണോ പ്രഡിക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ആ ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രഡിക്ഷൻ കിട്ടും. എസ് ആണെങ്കിൽ എസ് ഓർ നോ. ഇപ്പം മോസ്റ്റ് പ്രോബ്ലി നമ്മൾ കൂടുതലും എസ് ഓർ നോ കാര്യങ്ങളായിരിക്കും, എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു കിട്ടും. നിങ്ങൾക്ക് ഇതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, ഔട്ട്പുട്ട് എടുക്കുന്നത് കാണുമ്പോൾ. അപ്പം നമ്മുടെ ഇമ്പോർട്ട് പാൻഡാസ് SPD നമ്മൾ പാൻഡാസിനെ ഇമ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ SQL നിന്ന് ഡിസിഷൻ ട്രീ ക്ലാസിഫയർ, പിന്നെ പ്ലോട്ട് ട്രീ, ID3 ട്രീ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരെണ്ണമാണ്. പ്ലോട്ട് ട്രീ നമ്മൾ ചെയ്യുന്നു. ദെൻ ഫ്രം SQL നിന്ന് പ്രീ പ്രോസസിങ് ഇമ്പോർട്ട് ലേബൽ എൻകോഡർ. ലേബൽ എൻകോഡർ എന്ന് പറയുന്നത് ഒരു എൻകോഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അത് ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. നമ്മളിപ്പം നമ്മുടെ എന്നാ പറയണ്ടേ, നമ്മളെല്ലാം കുറെ പേരുകളാണ് കൊടുക്കുന്നത്. ഇപ്പം പ്ലേ ടെന്നീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ ഇതിനകത്ത് പ്ലേ ടെന്നീസ് എന്ന് പറയുന്ന ഒരു ഡേറ്റനെ ബേസ് ചെയ്തിട്ടുള്ള ID3 ആണ് നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ID3 അൽഗോരിതം വെച്ച് ഒരു ഡെസിഷൻ ട്രീ ആണ് നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് എന്ന് പറയുമ്പോൾ ക്ലൈമറ്റിന്റെ പല കണ്ടീഷൻസും, ടെമ്പറേച്ചർ, വിൻഡ് ഉണ്ടോ, ഇങ്ങനെയുള്ള കുറെ ഒരു ഡേറ്റ സെറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ അതിനകത്ത് എന്തായിരിക്കും? ഹൈ, ലോ, മിഡ്, സ്ട്രോങ്, ഇങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസിലാണ് നമ്മൾക്ക് പ്രോസസ് ചെയ്യും. നമുക്ക് ഡയറക്റ്റ് വേർഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ അതിന് നമ്മൾ എന്നാ ചെയ്യും? നമ്മൾ കൺവേർട്ട് ചെയ്യും. അതായത് ഈ ഓരോ വാല്യൂസിനും ഓരോ പേരിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യുണീക്ക് ആയിട്ടുള്ള ന്യൂമറിക്കൽ വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലേബൽ എൻകോഡർ. പിന്നെ എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾ കണ്ടത് തന്നെയാണ്, SQL നിന്നും ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ്. അതായത് നമ്മൾ ട്രെയിനിങ് പർപ്പസിനും ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടും നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ പ്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് മാറ്റ്പ്ലോട്ലിബ്. അടുത്തത് ലോഡ് ദ ഡേറ്റ ഫ്രം CSV. നമ്മൾ ഇതൊക്കെ നേരത്തെ നമ്മൾ ചെയ്ത് നമുക്ക് പരിചയമുള്ളതാണ്. ഡേറ്റാനെ ലോഡ് ചെയ്യുന്നു, ആണ് ഡേറ്റ PD.read CSV. ജസ്റ്റ് ആ ഫയലിൽ ലോഡ് ചെയ്യുന്നു. എന്നിട്ട് ആ തന്നിരിക്കുന്നതിനകത്ത് നമുക്കറിയാം, നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ലാസ്റ്റ് കോളം ആയിരിക്കും പ്രഡിക്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള കോളംസ് എല്ലാം അതിന്റെ ഫീച്ചറുകൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ഫീച്ചേഴ്സിനെയും ഈ പ്രഡിക്ഷനെയും നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഫീച്ചേഴ്സിനെ എല്ലാം നമ്മൾ എക്സിലേക്കും അതുപോലെ തന്നെ പ്രഡിക്ഷൻ കോളത്തിനെ മാത്രം, ഒരൊറ്റ കോളത്തിനെ മാത്രം നമ്മൾ വൈയിലേക്കും കൊടുക്കും. അതാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത്. X is equal to data dot ILOC, അല്ലെ ILOC, LOC നിങ്ങൾക്ക് എങ്ങനെ വേണേലും വായിക്കാം. പിന്നെ കോളൻ കോമ കോളൻ -1 എന്നും. വൈക്കാണെങ്കിൽ ചെറിയൊരു വ്യത്യാസം, അത്ര മാത്രമേ ഉള്ളൂ. ILOC എന്ന് പറഞ്ഞാൽ ഇന്റിജർ ലൊക്കേഷൻ ബേസ്ഡ് ഇൻഡെക്സിങ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത്, നമുക്കിപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ ഫ്രെയിമിനകത്ത് സ്പെസിഫൈ, നമുക്ക് ഇന്ന കോളംസ് മതി, ഇന്ന റോസ്, അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് വിളിക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ILOC എന്ന് പറയുന്നത്. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കോളനും കോമയുടെയും പൊസിഷൻ നോക്കുക. കോളൻ കഴിഞ്ഞിട്ടാണ് കോമ എങ്കിൽ അത് റോ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഇനി കോളൻ എന്ന് പറയുന്നത് കോമ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അത് കോളോ ആയിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മുടെ കോളൻ കോമയ്ക്ക് മുന്നാണെങ്കിൽ റോയും, കോമ കഴിഞ്ഞാണെങ്കിൽ അത് കോളോ ആയിരിക്കും. ഇപ്പം എക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ഫീച്ചേഴ്സിനെ എല്ലാം കൂടെ റെപ്രസെന്റ് ചെയ്യുന്ന എക്സ് ആണ്. സോ നമുക്ക് ലാസ്റ്റ് കോളം വേണ്ട. അപ്പൊ അതിന് നമ്മൾ ചെയ്യുന്നത് റോസ് എല്ലാം എല്ലാ റോസിലും കയറി എല്ലാ വാല്യൂസും നമുക്ക് എടുക്കണം. എന്തുമാത്രം? ലാസ്റ്റത്തെ റോ ഒഴിച്ച്, ലാസ്റ്റത്തെ കോളം ഒഴിച്ച്. അതിനാണ് കോമ കഴിഞ്ഞ് കോളൻ -1 എന്ന് പറഞ്ഞാല് ഏറ്റവും ലാസ്റ്റത്തെ കോളം എക്സെപ്റ്റ് ബാക്കി എല്ലാ ഡേറ്റായും. ഇനി ആ കോളൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ലാസ്റ്റത്തെ കോളം മാത്രം. മനസ്സിലായോ? കോളൻ -1 അവിടെ ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് കോളം ഒഴിച്ച് ബാക്കി എല്ലാ കോളംസും. ഇനി -1 എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാസ്റ്റ് കോളം മാത്രം. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എക്സിലേക്ക് എങ്ങനെയായിരിക്കും ഡേറ്റാസ് എടുക്കുന്നത്, വൈയിലേക്ക് എങ്ങനെയാണ് ഡേറ്റാസ് എടുക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് ഞാൻ കുറച്ചുമ്പേ പറഞ്ഞായിരുന്നു നമ്മൾ എൻകോഡ് ചെയ്യുമെന്നുള്ളത്. അതായത് നമുക്ക് തരുന്ന
ആ ഡേറ്റാനെ നമ്മൾ എന്ത് ചെയ്യും, ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ലേബൽ എൻകോഡർ. അതൊരു വേരിയബിൾ എല്ലിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ എൻകോഡ് ചെയ്യുവാണ്. അതായത് എക്സ് എൻകോഡഡ് എന്നും പറഞ്ഞൊരു വേരിയബിൾ എടുക്കുന്നു. കാര്യം നമ്മുടെ എക്സിലെ വാല്യൂസ് ആണ് നമുക്ക് എൻകോഡ് ചെയ്യേണ്ടത്, മറ്റത് പ്രഡിക്ഷൻ ആണല്ലോ. സോ എക്സിലെ വാല്യൂസ് ആണ് നമ്മൾ പ്രീ പ്രോസസ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ എൻകോഡ് ചെയ്യുന്നത്. സോ നമ്മൾ ചെയ്യുന്നത് ഈ LE എന്ന് പറയുന്നതിനകത്താണ് നമ്മൾ എൻകോഡ് ചെയ്തിരിക്കുന്ന വാല്യൂസ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകൂടെ എൻകോഡ് ചെയ്യണം. ഒന്നുകൂടെ എൻകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് LE.fit ട്രാൻസ്ഫോം ഒറ്റയടിക്ക് എല്ലാ വാല്യൂസിനെയും ഒരുമിച്ച് ഇതെന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫോം ചെയ്യുന്നു. മീൻസ് ആ വേർഡ്സിൽ നിന്നും ന്യൂമറിക്കൽ വാല്യൂസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. x.apply എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഈ എക്സിലെ വാല്യൂസ്, എക്സിലാണല്ലോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഡേറ്റ കിടക്കുന്നത്, അതിലേക്ക് ഈ അപ്ലൈക്കകത്ത്, അപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണോ അപ്ലൈക്കകത്ത് കൊടുക്കുന്ന ഫംഗ്ഷൻ അത് അപ്ലൈ ചെയ്യുക. അതാണ് അപ്ലൈ ഫംഗ്ഷന്റെ ഡ്യൂട്ടി, ആ പേര് പോലെ തന്നെ. സോ x.apply എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവർ ചെയ്യുക, ആ തന്നിരിക്കുന്ന ഡേറ്റ, അതായത് എൻകോഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ ലേബൽ എൻകോഡർ വെച്ചിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്ത വാല്യൂ ഉണ്ട് LE, ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എക്സിനകത്തെ ഡേറ്റാസിനെ മൊത്തം നമ്മൾ ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എക്സ് എൻകോഡഡിൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി അടുത്തതൊക്കെ നിങ്ങൾക്ക് കണ്ടു പരിചയമുള്ളതാണ്. നമ്മൾ ട്രെയിനിങ് പർപ്പസിനും ടെസ്റ്റിംഗ് പർപ്പസിനുമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സെയിം കോഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എക്സ് ട്രെയിൻ എക്സ് ടെസ്റ്റ്, വൈ ട്രെയിൻ വൈ ടെസ്റ്റ്, ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് എക്സ് എൻകോഡഡ് വൈ ടെസ്റ്റ് സൈസ് 0.2 എന്ന് പറഞ്ഞാൽ 20% മാത്രം. 100 ഡേറ്റ ഉണ്ടെങ്കിൽ അതിൽ 20 എണ്ണം ടെസ്റ്റിങ്ങിനും 80 എണ്ണം ട്രെയിനിങ്ങിനും. റാൻഡം സ്റ്റേറ്റ് നിങ്ങൾക്കറിയാം, എപ്പോഴും എല്ലാ പ്രാവശ്യവും നമ്മൾ ഐട്രേറ്റ് ചെയ്ത് വരുമ്പോൾ ആ സെയിം വാല്യൂസ് തന്നെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. അതിനാണ് റാൻഡം സ്റ്റേറ്റ് 42 എന്ന്. 42 ഒക്കെ എന്താ കൊടുക്കുന്നുള്ളതൊക്കെ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് റെഫർ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഒരു ക്ലാസിഫയർ, നമ്മുടെ ഡിസിഷൻ ട്രീക്കുള്ള ക്ലാസിഫയർ നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. CLF ക്ലാസിഫയർ എന്ന് സൂചിപ്പിക്കാനാണ് CLF എന്ന് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡിസിഷൻ ക്ലാസിഫയറിനകത്ത്, ഡിസിഷൻ ട്രീ ക്ലാസിഫയർ ഫംഗ്ഷനകത്തോട്ട് നമ്മൾ ക്രൈറ്റീരിയാസ് പാസ് ചെയ്ത് കൊടുക്കുന്നു. ക്രൈറ്റീരിയ എന്താണ്, എൻട്രോപ്പി. ഇത് നമ്മുടെ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എൻട്രോപ്പി എന്ന് പറഞ്ഞാലും ഡൗട്ട് തോന്നാം, എൻട്രോപ്പി മാത്രമല്ലല്ലോ ഇൻഫർമേഷൻ ഗെയിനും ഉണ്ടല്ലോ എന്ന്. പക്ഷെ ഇവിടെ എൻട്രോപ്പി ക്രൈറ്റീരിയൻ വിളിച്ചാൽ ഇതിനകത്ത് രണ്ടും നടക്കുന്നുണ്ട്. എൻട്രോപ്പിയും കാൽക്കുലേറ്റ് ചെയ്യും, ഇൻഫർമേഷൻ ഗെയിനും കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറിന് റൂട്ടായിട്ട് ചൂസ് ചെയ്യും. അതെല്ലാം ഇവിടെ എൻട്രോപ്പി വിളിക്കുമ്പോഴേ നടക്കും. സോ നമ്മൾ ആ ക്രൈറ്റീരിയൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എൻട്രോപ്പി റാൻഡം സ്റ്റേറ്റ് 42. എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് സെയിം ഡേറ്റാസ് തന്നെ ആയിരിക്കണം ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സോ നമ്മൾ ഡിസിഷൻ ട്രീ ക്ലാസിഫയറിനകത്തോട്ട് നമ്മുടെ ക്രൈറ്റീരിയാസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുവാണ്. അതായത് നമ്മുടെ CLFിലേക്കാണ് നമ്മൾ ഡേറ്റാസ് കൊടുത്തിരിക്കുന്നത്. CLF വെച്ചിട്ട് ട്രെയിനിങ് ചെയ്യുകയാണ്. അതിനാണ് CLF.fit x train y train. നമ്മുടെ ഈ ക്രൈറ്റീരിയാസ്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയാസ് ഇവിടെ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് CLF.fit x train y train എന്ന് കൊടുക്കുന്നത്. നമ്മൾ മോഡൽ ഇവാലുവേഷൻ നടത്തുവാണ്. മോഡൽ ഇവാലുവേഷൻ നടത്താൻ നമ്മൾ ഓൾറെഡി ഇവിടെ CLF കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട്, CLF സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ CLF വെച്ച് ടെസ്റ്റിംഗ് വാല്യൂസ്, അതായത് CLF.score ഓഫ് ടെസ്റ്റ് ചെയ്യുവാണ്. നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു, ഇനി ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു മോഡൽ എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സോ അതിന് നമുക്ക് അതിന്റെ സ്കോർ എടുക്കണം. അപ്പൊ നമ്മൾ ആ ടെസ്റ്റിങ്ങിൽ എക്സ് ടെസ്റ്റ് വൈ ടെസ്റ്റിന്റെയും സ്കോർ നമ്മുടെ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ വേരിയബിൾ വെച്ച് നമ്മൾ വിളിക്കുന്നു. എന്നിട്ട് ആ വാല്യൂവിനെ നമ്മൾ എവിടെ കൊടുക്കുന്നു, ആക്യുറസിയിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ അതായിരിക്കും അതിന്റെ ആക്യുറസി, എത്രമാത്രം എഫക്റ്റീവ് ആണ്, അതാണ് ആക്യുറസി എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ആക്യുറസിനെ പ്രിന്റ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. പ്രിന്റ് എഫ് മോഡൽ ആക്യുറസി ഓഫ് 0.2f. 0.2f എന്ന് ഡെസിമൽ കഴിഞ്ഞ് 2 പോയിന്റ്സ് മാത്രം മതിയെങ്കിൽ 0.2f. അത് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കൊടുക്കുക, അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തേണ്ടതെന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. നോക്കുക, ഡിഫൈൻ ക്ലാസിഫൈ സാമ്പിൾ ഓഫ് സാമ്പിൾ. ഡിഫൈൻ ക്ലാസിഫൈ സാമ്പിൾ ഓഫ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്തുനിന്നൊരു വാല്യൂ ചൂസ് ചെയ്യുവാണ്. അതൊരു ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു ഇതാണ് കൊടുത്തേക്കുന്നത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാമ്പിൾ നമ്മൾ ചൂസ് ചെയ്യുന്നു, എൻകോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാമ്പിൾ നമ്മൾ ചൂസ് ചെയ്യുവാണ്. എന്നിട്ട് എൻകോഡഡ് സാമ്പിൾ ഇസ് ഈക്വൽ ടു, നമ്മൾ വീണ്ടും എൻകോഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഓൾറെഡി ഒന്ന് എൻകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി ചെയ്ത എൻകോഡിങ് എന്താണ്, നമ്മുടെ ആ വേരിയബിൾസിനെല്ലാം നമ്മൾ ന്യൂമറിക്കലായിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ എൻകോഡ് ചെയ്യുവാണ്. ചെയ്യുന്നതിന്റെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്.
le.fit transform x കോളം le transform സാമ്പിൾ കോളം ദെൻ ഒരു 0 കൊടുത്തിട്ടുണ്ട്. ദെൻ 4 കോളംസ് ഇൻ എക്സ് കോളംസ്. അപ്പൊ ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഇത്രയും പ്രോസസ്സ് നമ്മൾ എവിടെ ചെയ്യുന്നു? ഓരോ വാല്യൂസ് എക്സ് കോളത്തിലെ 4 കോളംസ് ഇൻ എക്സ് കോളം, ഓരോ കോളത്തിലുമാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ എക്സും വൈയും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എക്സ് എന്ന് പറയുന്ന ടേബിളിൽ ഓരോ കോളത്തിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. നോക്കാം. ആദ്യം le.fit ട്രാൻസ്ഫോം എക്സ് കോളം, le.fit ട്രാൻസ്ഫോം എക്സ് കോളം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. le.fit ട്രാൻസ്ഫോം എക്സ് കോളം അതെന്താന്ന് വെച്ചാൽ ഒന്നും കൂടെ റീഫിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. നമ്മൾ വീണ്ടും എൻകോഡ് ചെയ്യുവാണെന്ന് പറഞ്ഞു. ഒന്നുകൂടെ എന്ത് ചെയ്യണമെന്ന് റീഫിറ്റ് ചെയ്യുവാണ് ടു ദ എൻറ്റയർ കോളം. മൊത്തം ആ കോളത്തിലേക്ക് ഒന്ന് റീഫിറ്റ് ചെയ്ത് നോക്കും. അതായത് നമ്മുടെ കയ്യിലുള്ള ആ ഡേറ്റ സെറ്റിനെ ഒന്നും കൂടി ഒന്ന് എന്ത് ചെയ്യുവാണ്, എൻകോഡിങ് ചെയ്ത്, അതായത് ഫുൾ ഒന്ന്, അതായത് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. എവിടെയെങ്കിലും നമുക്ക് മിസ്സായിട്ടുണ്ടോ അത് റീഫിറ്റ് ചെയ്ത് നോക്കും, ഒന്നുകൂടെ ചെയ്ത് നോക്കും. അതിന് വേണ്ടിയിട്ടാണ് le.fit ട്രാൻസ്ഫോം ഓഫ് എക്സ് കോളംസ്, എക്സിന്റെ കോളംസ്, എക്സ് എന്ന് പറയുന്നതിന്റെ കോളംസിൽ. ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് le.fit ട്രാൻസ്ഫോം സാമ്പിൾ ഓഫ് COL, അല്ലെ സാമ്പിൾ ഓഫ് കോളം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ, ഓരോ വാല്യൂസിനെയും, അതായത് ഓരോ കറണ്ട് ഫീച്ചേഴ്സിന്റെ വാല്യൂസിനെ പുതിയ സാമ്പിളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യും. അതായത് നമ്മുടെ ഇപ്പൊ കറന്റ്ലി ഇരിക്കുന്ന വാല്യൂസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഫീച്ചേഴ്സ് ആണ് ഓരോ കോളത്തിൽ വരിക്കുന്നത് അല്ലെ, അതിനെയെല്ലാം നമ്മൾ പുതിയ സാമ്പിളിലേക്ക് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടേയിരിക്കും. പുതിയ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്സിൽ നിന്നും നമ്പറിലേക്ക് മാറിയതാണ് പുതിയ സാമ്പിൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വേർഡ്സിൽ നിന്നും ട്രാൻസ്ഫോം ചെയ്ത് നമ്പേഴ്സ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിനെയാണ് ന്യൂ സാമ്പിൾസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെയിം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുവാണ്, എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്. സോ ട്രാൻസ്ഫോം സാമ്പിൾ ഓഫ് കോളംസ്. ദെൻ അവിടെ ഒരു 0 എന്ന് കൊടുത്തിട്ടുണ്ട്, ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0 കൊടുത്തിട്ടുണ്ട്. ഇത് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, നമ്മൾ ആ എക്സ്ട്രാക്ട് ചെയ്ത് വരുമ്പം ആ ഫസ്റ്റ് വാല്യൂസ് മാത്രം ചൂസ് ചെയ്യുക. ഇൻ കേസ് മേ ബി അവിടെ ഒരു 2 ഡയമെൻഷണൽ അറേ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ 0 എടുത്തു കൊടുക്കുന്നത്. അതായത് ആദ്യത്തെ വാല്യൂ മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഈ le.fit ട്രാൻസ്ഫോമും ഒക്കെ ചെയ്യുമ്പം 2 ഡയമെൻഷണൽ അറേ ഒക്കെയാണ് പ്രോബബിലിറ്റി കൂടുതൽ വരാൻ ചാൻസ്. നമുക്ക് 2 ഡയമെൻഷണൽ അറേയുടെ ആവശ്യമില്ല, നമുക്ക് ഫസ്റ്റ് വാല്യൂസിന് മാത്രമേ ആവശ്യമുള്ളൂ. സോ മറ്റേടത്തേക്ക് കയറുന്നത് ഡിപ്പെൻഡ്സ് ഓൺ പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്ത് പല ടൈപ്പ് ഓഫ് വാല്യൂസ് ആയിരിക്കും വരുന്നത്. പക്ഷെ നമുക്ക് വേണ്ടുന്ന വാല്യൂ എന്താണ്? നമുക്ക് ID3 ചെയ്യാൻ വേണ്ടുന്ന വാല്യൂ ആദ്യത്തെ വാല്യൂസ് ആണ്. സോ അതിനെ ചൂസ് ചെയ്യുവാണ് 0 വെച്ചിട്ട്, സ്ക്വയർ ബ്രാക്കറ്റ് 0 വെച്ചിട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. 4 കോളംസ് ഇൻ എക്സ് കോളം, എക്സിനകത്തെ എല്ലാ കോളത്തിലേക്കും നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്നു. ഒന്നുകൂടെ നമ്മളൊന്ന് റീഫിറ്റ് ചെയ്യുന്നു. റീഫിറ്റ് ചെയ്തതിന് ശേഷം ബൈ ഓരോ വാല്യൂസിനെയും എന്താണ്, പഴയ വാല്യൂസിനെയെല്ലാം പുതിയ വാല്യൂസിലേക്ക് ട്രാൻസ്ഫോംസ് വാല്യൂസ് ഓഫ് ദ കറണ്ട് ഫീച്ചേഴ്സ്. ഈ കറണ്ട് ആയിട്ടുള്ള കറണ്ട് ഫീച്ചേഴ്സ് എന്താണ്? നമുക്കിപ്പോൾ നിലവിലുള്ള നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയ്ക്കകത്ത് ഓരോ ഫീച്ചേഴ്സ്, അതിനെ നമ്മൾ പുതിയ സാമ്പിൾ, ന്യൂ സാമ്പിളിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. അതിനാണ് ട്രാൻസ്ഫോം സാമ്പിൾ കോളം എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ദെൻ 0. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനാണ് ആദ്യമേ അവിടെ ഒരു സാമ്പിളിനെ വിളിക്കുന്നത്. ഇവിടെ ആ വിളിക്കുന്ന സാമ്പിളിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 1 by 1 ആയിട്ട് ഇവിടെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അതായത് ഓരോ കോളത്തിലും ചെല്ലുന്നു, ഓരോ സാമ്പിൾ എടുക്കുന്നു, ആ സാമ്പിളെ ട്രാൻസ്ഫോം ചെയ്ത് ആദ്യം എന്ത് ചെയ്യും, ഒന്നും കൂടെ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തേനകത്ത് ക്ലൈമറ്റ് ആണെന്ന് വെച്ചു. ക്ലൈമറ്റ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് അല്ല, വെതർ എന്ന് പറയുന്നത് റെയിൻ ആണെന്ന് വെച്ചു. അപ്പം ആദ്യം നമ്മൾ ആദ്യത്തെ കോളം വെതർ എന്ന് പറയുന്ന കോളത്തിൽ കയറി കഴിഞ്ഞ് റെയിനെ ഓൾറെഡി അത് നമ്മളൊന്ന് ഒരു 0 എന്ന് പറയുന്ന വാല്യൂലേക്ക് മാറ്റി വെച്ചു. അതായത് റെയിന്, സണ്ണി, വിന്റർ എന്നാണ്, ഇങ്ങനെ 3 ക്ലൈമറ്റ്സ് ആണ് വെച്ചത്. അപ്പൊ റെയിന് 0 എന്നും വിന്ററിന് 1 എന്നും സമ്മറിന് അല്ലെങ്കിൽ ഏതാ അടുത്ത സമ്മറിന് 2 എന്നും ആണെങ്കിൽ 0, 1, 2, അതായത് ഓരോന്നിനും ഓരോ വാല്യൂസ് നമ്മൾ കൊടുക്കും. അതാണ് നമ്മൾ ശരിക്കും മറ്റേ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന്, ഡേറ്റനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതായത് എൻകോഡ് ചെയ്യുന്നത് നമ്മൾ വേർഡ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നതിനൊക്കെ നമ്മൾ നമ്പർ ആയിട്ട് മാറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ആ നമ്പർ ആക്കി ഒന്നുകൂടെ നമ്മൾ അത് പെർഫോം ചെയ്തതിന് ശേഷം നമ്മൾ ആ ഓരോ ഓരോ ആ സാമ്പിളിനെ നമ്മൾ എന്ത് ചെയ്യും, കറണ്ട് ഫീച്ചറിൽ നിന്ന് ന്യൂ സാമ്പിളിൽ, കറണ്ട് ഫീച്ചർ ആയിരുന്നു ആ റെയിൻ എന്നുള്ളത്, ന്യൂ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിനെ 0യിലേക്ക് കൺവേർട്ട് ചെയ്തതായിരിക്കാം.
സോ ആ എന്താണ് കൺവേർഷൻ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റില്ല. അത് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ ഉറപ്പായിട്ടും അവിടെ ന്യൂമറിക്കൽ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഉറപ്പ് വരുത്തുവാണ്. ഒന്ന് കൺവേർട്ട് ചെയ്ത് വീണ്ടും നമ്മൾ എല്ലാ കോളത്തിലും ഓരോ വാല്യൂസ് കയറി ചെക്ക് ചെയ്ത് എല്ലാരെയും കൺവേർട്ട് ആക്കി എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുവാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പ്രഡിക്ഷൻ നടത്താൻ പോവാണ്. പ്രഡിക്ഷന് വേണ്ടി എന്തിനെയാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്? നമ്മളിവിടെ ഡിസിഷൻ ട്രീ ക്ലാസിഫയറിന് നമ്മൾ CLF എന്നും പറഞ്ഞൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സോ ആ സ്റ്റോർ ചെയ്ത വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രഡിക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അതിനെ വെച്ച് കോൾ ചെയ്യുവാണ്. പ്രഡിക്റ്റ് എന്ന് പറയുന്നതിന് നമ്മൾ കോൾ ചെയ്യുന്നു. പ്രഡിക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്? നമ്മൾ തൊട്ട് മുമ്പായിട്ട് എൻകോഡഡ് സാമ്പിൾ, അതായത് നമ്മൾ കൺവേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇപ്പൊ റെയിനെ 0 ആക്കി കൺവേർട്ട് ചെയ്തെങ്കിൽ അതായിരിക്കും എൻകോഡ് സാമ്പിളിൽ ആദ്യം വരുന്നത്. സോ എൻകോഡഡ് സാമ്പിൾ വരുന്നു. അവിടെയും മൾട്ടിപ്പിൾ വാല്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ആദ്യത്തെ വാല്യൂവിനെ മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 0നെ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ആ പ്രഡിക്ഷനെ നമ്മൾ റിട്ടേൺ ചെയ്യും. ഇതിങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ എല്ലാ വാല്യൂസും കൊടുത്ത് നമ്മളിപ്പം യൂസർ ഒരു 4 വാല്യൂസ് കൊടുക്കുവാണ്. ആ 4 വാല്യൂസിനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം ഏതാണോ വാല്യൂ, പ്രഡിക്ഷൻ എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. അത് നമ്മുടെ എൻട്രോപ്പി എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് നമുക്ക് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതിനകത്ത് അപ്ലൈ ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം. നമ്മൾ ഇതിൽ വേറെ ഫംഗ്ഷൻസോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യം ഓൾറെഡി എല്ലാ ഇൻബിൽ ഫംഗ്ഷൻസ് നമ്മൾ ഡിസിഷൻ ട്രീ ക്ലാസിഫയർ എല്ലാം നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു വർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നടന്നോളും. നമ്മൾ വേണ്ടുന്ന കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതാണ് അവിടെ പ്രഡിക്ഷൻ നടക്കുന്നത്. എന്നിട്ട് പ്രഡിക്റ്റ് ചെയ്ത വാല്യൂവിനെ റിട്ടേൺ ചെയ്യും. ഇനി ഫീച്ചർ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓരോ ഫീച്ചറിന്റെയും ഇമ്പോർട്ടൻസ് വാല്യൂ ആണ്. അതായത് ഫീച്ചർ ഇമ്പോർട്ടൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ ഫീച്ചർ അത്ര ഓർത്താൽ മതി. ഫീച്ചറിന്റെ ഓരോ വാല്യൂസ് ആണ് ഫീച്ചർ ഇമ്പോർട്ടൻസിൽ വരുന്നത്. അപ്പം നമ്മൾ ഫീച്ചർ ഇമ്പോർട്ടൻസ് പ്രിന്റ് ചെയ്യിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഫോർ ഫീച്ചർ ഇമ്പോർട്ടൻസ് ഇൻ സിപ്പ് എക്സ് ഡോട്ട് കോളംസ് CLF ഡോട്ട് ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻസ് കോളൻ പ്രിന്റ് എഫ് ഫീച്ചർ ഇമ്പോർട്ടൻസ്. അതായത് ഇത് ഇവിടെ ജസ്റ്റ് പറയുന്നത് ഫീച്ചർ എന്ന വാല്യൂ ഇമ്പോർട്ടൻസ് എന്ന വാല്യൂ പ്രിന്റ് ചെയ്യിക്കാൻ മാത്രമേ പറയുന്നുള്ളൂ. ഇനി എന്താണ് ഇത്? ഈ സിപ്പ് ഒക്കെ നിങ്ങൾക്ക് പുതുതായിട്ട് നിങ്ങൾ കേൾക്കുന്നതായിരിക്കും. അതെന്താന്ന് പറയാം. സിപ്പ് എക്സ് ഡോട്ട് കോളംസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇൻഡെക്സ് വാല്യൂ അല്ലെങ്കിൽ നമ്മൾ അതിനെ ലിസ്റ്റ് ചെയ്യുവാണ്. ഒബ്ജക്ട്സിന്റെ ഇൻഡെക്സിനെ അല്ലെങ്കിൽ അതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതായത് അതിനകത്ത് എന്തായിരിക്കും കാണുക? പേരും ഫീച്ചറുകളും കാണുമായിരിക്കും. അതായത് ഓരോന്നിന്റെയും ഓരോ ഫീച്ചറുകളും ആ ഫീച്ചറിന്റെ ഓരോ പേരുകളും ഉണ്ട്. അതായത് ഇപ്പം വെതർ ആണെന്നുണ്ട് റെയിനി, സമ്മർ, വിന്റർ. അപ്പൊ അതൊക്കെ അതിന്റെ ഫീച്ചറിന്റെ വാല്യൂസ്. അപ്പൊ ആ ലിസ്റ്റ് ചെയ്യുവാണ് അത് ചെയ്യുന്നത് സിപ്പ് എന്ന് പറഞ്ഞ കാര്യം. നമ്മൾ ഓൾറെഡി മുകളിൽ എന്താ കൊടുത്തിരിക്കുന്നത്? എല്ലാ ന്യൂമറിക്കൽ വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്തു. പക്ഷെ ഒരു ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്ക് ഹ്യൂമൻസിന് മനസ്സിലാവില്ല. 0, 1, 2 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്പർ വന്നാൽ മനസ്സിലാവില്ല. നമുക്ക് എന്ത് തന്നെ വേണം? ആ വാല്യൂസ് തന്നെ വേണം. സോ നമ്മൾ ആ വാല്യൂസിന് വീണ്ടും തിരിച്ച് നമുക്ക് എന്തായിട്ട് ഡിസ്പ്ലേ ചെയ്യിക്കണം? ഇന്നതാണ് പ്രഡിക്ഷൻ യെസ് ആണ്. പ്രഡിക്ഷൻ നമുക്കൊരു നമ്പർ അല്ല വേണ്ടേ, നമുക്ക് അതിന്റെ വാല്യൂ ആണ് വേണ്ടേ. സോ നമ്മുടെ കയ്യിലുള്ള ആൾക്കാരെ എല്ലാം നമ്മുടെ ഫീച്ചറുകൾ ഏതാണെന്നുള്ളതും എല്ലാം നമ്മൾ സിപ്പ് ഫംഗ്ഷൻ വെച്ചിട്ട് എക്സ് ഡോട്ട് കോളംസ് എന്ന് പറഞ്ഞാൽ ആ കോളംസ് വൈസ് അതിനെ നമ്മൾ ലിസ്റ്റ് ചെയ്യും എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത്. ഇനി CLF ഡോട്ട് ഫീച്ചർ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് അടുത്ത്. CLF ഡോട്ട് ഫീച്ചർ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു. ഇവിടെ ചെയ്യുന്ന എന്നാന്ന് വെച്ചാല് ഇതിന്റെ സ്കോർ ഉണ്ട്. അതായത് ഓരോ ഫീച്ചറിനും ഓരോ സ്കോർസ് ഉണ്ട്. നമ്മൾ ഓരോ ഫീച്ചർ, അതായത് ഈ ഫീച്ചറിന് ഇത്ര സ്കോർ ആയിരിക്കും, ഇത്ര ഇമ്പോർട്ടൻസ് ആയിരിക്കും, ഇല്ല ആ ഒരു ഫീച്ചറിനകത്ത് ഇപ്പൊ വിൻഡി ആയിരിക്കും കൂടുതൽ, ഇല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഓരോരുത്തർക്കും ഓരോ സ്കോർ കൊടുക്കുന്നുണ്ടായിരിക്കും. എന്തിനാ വേണ്ടിയിട്ടാണ്? നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രമാത്രം ഫ്രീക്വൻസി ആണ് ഉള്ളത് എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഓരോ പെർട്ടിക്കുലർ ഫീച്ചറിന്റെ സ്കോർ എന്താന്നുള്ളത് നമ്മൾ റിട്രീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CLF ഡോട്ട് ഫീച്ചർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് ഈ ഓവറോൾ ഇപ്പം നമ്മൾ എക്സ് കോളംസ് എന്നാണ് സിപ്പിനകത്ത്, സിപ്പ് ഫംഗ്ഷനകത്ത് എക്സ് കോളംസും CLF ഡോട്ട് ഫീച്ചർ. എക്സ് കോളംസ് എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്യും. ഫീച്ചർ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ഫീച്ചറിന്റെയും ഓരോ സ്കോർസ് കാണും, അല്ലെങ്കിൽ ഒരു വാല്യൂ കാണും. ആ വാല്യൂസ് നമ്മൾ റിട്രീവ് ചെയ്യും. ഇനി സിപ്പ് ഫംഗ്ഷൻ ഈ രണ്ടിനെയും കൂടെ എന്താണ്? സിപ്പിനകത്ത് 2 കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ സിപ്പ് ഫംഗ്ഷൻ എന്നാന്ന് നമുക്ക് നോക്കാം. സിപ്പ് ഫംഗ്ഷൻ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ആദ്യം നമ്മൾ എടുക്കുന്ന എന്താണ്? എക്സ് കോളത്തിലെ പേരുകൾ. രണ്ടാമത് എടുക്കുന്ന എന്താണ്? ഓരോ ഫീച്ചറിന്റെയും സ്കോർ. ഇവര് രണ്ടുപേരെയും കൂടെ പെയർ ചെയ്യാണ് സിപ്പ് ചെയ്യുന്ന ഡ്യൂട്ടി. സിപ്പ് നമ്മൾ ഇപ്പൊ ഫയൽ സിപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എല്ലാരും കൂടെ ഒന്ന്
കൺജസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ചാക്കുകയല്ലേ ചെയ്യണേ, അല്ലെങ്കിൽ ഒന്ന് എന്നാ പറയാ കംപ്രസ് ചെയ്യുവാണ് ചെയ്യുന്നത്. അതിനോട് ഏകദേശം സാദൃശ്യം നിങ്ങൾ ഓർത്താൽ മതി. ആദ്യം എക്സ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ലിസ്റ്റ് എടുക്കുന്നു, ആ ലിസ്റ്റിന്റെ കറസ്പോണ്ടിങ് സ്കോർ ഇതാണ് അവിടെ സിപ്പ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റെയിന്റെ സ്കോർ ഒരു 10 ആണെന്നുണ്ടെങ്കിൽ സിപ്പ് ഫംഗ്ഷൻ എന്നാ ചെയ്യും, എക്സ് ഡോട്ട് കോളത്തിൽ നമുക്ക് എക്സ് ഡോട്ട് കോളത്തിൽ നിന്നും ലിസ്റ്റ് കിട്ടുന്നു, ലിസ്റ്റിൽ ആദ്യത്തെ പേര് റെയിൻ എടുക്കുന്നു, CLF ഡോട്ട് ഫീച്ചർ ഇമ്പോർട്ടൻസിനകത്തുനിന്ന് നമുക്ക് അതിന്റെ സ്കോർ 10 കിട്ടുന്നു. അപ്പം സിപ്പ് എന്ത് ചെയ്യുന്നു, റെയിന് 10 എന്നുള്ള രീതിയിൽ ലിസ്റ്റ് ചെയ്യുന്നു. അതായത് 10 എന്ന് പറഞ്ഞാൽ റെയിന്റെ വാല്യൂ ആണ്. ആ ഒരു ഐഡന്റിഫിക്കേഷൻ, ആ ഒരു ലിങ്ക് അവിടെ കൊടുക്കുവാണ് സിപ്പ് ചെയ്യുന്നത്. എന്നിട്ട് ഓരോ ഫീച്ചറിനെയും അതിന്റെ സ്കോറും കൂടി പ്രിന്റ് ചെയ്യിക്കുന്നു. അതാണ് അവിടെ താഴെ പ്രിന്റിനകത്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മളിപ്പോ ഇവിടെ ഔട്ട്പുട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയായിരിക്കും. എൻറ്റർ ദ ഫസ്റ്റ് ഫീച്ചർ, സെക്കൻഡ് ഫീച്ചർ എന്ന് പറഞ്ഞായിരിക്കും. അപ്പൊ അതിന്റെ ഒരു പ്രൊഡിക്ഷൻ കഴിഞ്ഞാൽ വീണ്ടും ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ നമുക്ക് ആ പ്രോഗ്രാമിൽ നിന്ന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു എക്സിറ്റ് കണ്ടീഷൻ അവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ ആ ഒരു ചെറിയ കോഡ് കൊടുത്തിരിക്കുന്നത്. വൈൽ ട്രൂ പ്രിന്റ് എൻ്റർ എ ന്യൂ സാമ്പിൾ ടു ക്ലാസിഫൈ ഓർ ക്വിറ്റ് ടു എക്സിറ്റ്. എന്നിട്ട് സാമ്പിൾ എൻ്റർ ചെയ്യുന്നു. നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ സാമ്പിളിനകത്ത് നമ്മുടെ ഫീച്ചറുകളിലെ ഓരോ വാല്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും. ഓരോ കോളത്തിനും, അതായത് എക്സിന്റെ എല്ലാ കോളത്തിനകത്ത് ഓരോ കോളം വഴി ചെക്ക് ചെയ്യും. വാല്യൂ ഇസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദ വാല്യൂ ഫോർ കോളം. ഇഫ് വാല്യൂ ഡോട്ട് ലോവർ ഇസ് ഈക്വൽ ടു ക്വിറ്റ് എക്സിറ്റ്. അല്ല എങ്കിൽ എന്ത് ചെയ്യും, അതായത് ഇപ്പം നിങ്ങൾക്കൊരു പ്രോംപ്റ്റ് ചെയ്യും, അതായത് എൻ്റർ എ ന്യൂ സാമ്പിൾ ടു ക്ലാസിഫൈ, ഇതാണ് പ്രിന്റ് ചെയ്ത് വരുന്നത്. എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് നമ്മുടെ കോളം വാല്യൂസിലുള്ള പേരുകളാണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സാമ്പിൾ ഓഫ് കോളം ഇസ് ഈക്വൽ ടു വാല്യൂയിലേക്കായിരിക്കും പോകുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോ ഇവിടെ ക്വിറ്റ് എന്ന് കൊടുക്കാൻ നമ്മൾ പ്രിന്റ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ആദ്യം തന്നെ പ്രോംപ്റ്റിൽ പറയുന്നുണ്ട്. സോ ക്വിറ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറയുന്നു, സിസ് ഡോട്ട് എക്സിറ്റ്. ആ എക്സിറ്റ് ചെയ്യണം, ആ ഫംഗ്ഷൻ എവിടെ നിന്നും പുറത്തേക്ക് പോരാ. അതായത് അത് തീരുന്നതോടെ നമ്മുടെ ID3 നമ്മൾ ലാസ്റ്റ് ചെയ്ത ആ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ കൊടുത്ത വേരിയബിൾസിന്റെ വെച്ചിട്ടുള്ള ഒരു ID3 നമുക്ക് റീജനറേറ്റ് ചെയ്ത ആ പ്രോഗ്രാമിൽ നിന്ന് അത് ഹിറ്റ് ആകും. അല്ലാന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് റിപ്പീറ്റ് നമുക്ക് എത്ര വേണേലും കൊടുത്ത് അതിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി ചെയ്തു നോക്കുമ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് എങ്ങനെയാണ് അത്, എന്നിട്ട് നമ്മൾ നോക്കിയേ റിസൾട്ട് പ്രിന്റ് ചെയ്യിക്കണം. ക്ലാസിഫൈ സാമ്പിൾ ഓഫ് സാമ്പിൾ, അതായത് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുത്തത് നമ്മൾ അവിടെ ക്ലാസിഫിക്കേഷനിൽ വന്നത് എന്താണെന്നുള്ളത് അത് നമ്മൾ റിസൾട്ടിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ റിസൾട്ടിനെ പ്രിന്റ് ചെയ്യുന്നു, യെസ് ആണോ നോ ആണോ എന്നുള്ളത്. അത് ക്ലാസിഫൈ സാമ്പിളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോസസ് പ്രഡിക്ഷനും കാര്യങ്ങളും ഫംഗ്ഷൻസും എല്ലാം അപ്ലൈ ചെയ്ത് ചെയ്യുന്നത്. അപ്പൊ ആ ഫംഗ്ഷൻ അതോടെ നമ്മൾ ഈ സാമ്പിളിൽ ഇട്ട് കൊടുക്കുന്നു. ആ സാമ്പിള് അവിടെ നമ്മുടെ അൽഗോരിതം എൻട്രോപ്പി, ഇൻഫർമേഷൻ ഗെയിനും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ വാല്യൂ നമുക്ക് റിസൾട്ട് കൊടുക്കുന്നു. റിസൾട്ട് വരുന്നതാണ് നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. അതാണ് പ്രിന്റ് ക്ലാസിഫിക്കേഷൻ, യെസ് ഓർ നോ. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്താണോ പ്രഡിക്ഷനിനകത്ത് കൊടുക്കുന്ന വാല്യൂസ് അതായിരിക്കും റിസൾട്ടിൽ വരുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്ലോട്ട് ചെയ്യാനായിട്ടാണ്. നമ്മുടെ ഡിസിഷൻ ട്രീ പ്ലോട്ട് ചെയ്യാനുള്ള ഒരു കോഡാണ്. പ്ലോട്ട് ഫിഗർ ഓഫ്, നമ്മൾ ഫിഗർ സൈസ് കൊടുക്കുന്നു. എത്രയാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. 2010 സൈസിൽ ഫിഗർ സൈസ് കൊടുക്കുന്നു. എന്നിട്ട് പ്ലോട്ട് ട്രീ, നമ്മൾ ട്രീയെ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. പ്ലോട്ട് നമ്മൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്തായിരുന്നു, ഈ ഒരു പ്ലോട്ട് ട്രീ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഇതിനകത്ത് നമ്മുടെ ക്ലാസിഫയർ CLF ആണ്, അത് കൊടുക്കുന്നു. ഫീച്ചർ നെയിംസ്, എക്സ് കോളംസ്, നമ്മൾ ആ ട്രീക്കകത്ത് ഓരോ നോഡിനകത്തും എന്തെല്ലാം വരണം എന്നുള്ളതാണ് കേട്ടോ. ഫീച്ചർ നെയിംസ്, അത് എക്സ് കോളം, ഫീച്ചറുകളുടെ പേര് പ്രിന്റായി വരണം. പിന്നെ ആ ഓരോ ഫീച്ചറിന്റെയും ക്ലാസ്സുകൾ പ്രിന്റായി വരണം. അതാണ് ക്ലാസ് നെയിം CLF ഡോട്ട് ക്ലാസസ്. ദെൻ ഒരെണ്ണം കൂടിയുണ്ട്, ഫീൽഡ് ഇസ് ഈക്വൽ ടു ട്രൂ, റൗണ്ടഡ് ഇസ് ഈക്വൽ ടു ട്രൂ. അതായത് ഫീൽഡ് ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ശരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സ് കറക്റ്റ് ആണെന്നുള്ളതിന് നമ്മൾ ആ ഒരു കളർ ഫില്ല് ചെയ്യുന്ന സെയിം കളർ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ആ ട്രീയുടെ ഓരോ ലെവലിൽ നിങ്ങൾക്ക് ആ ട്രീ പ്രിന്റ് ആകുമ്പോൾ മനസ്സിലാവും, ഓരോ ട്രീയിലും ആ ഓരോ ലെവലിനും ഓരോ കളർ വെച്ച് വരാനായിട്ടും. റൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലീഫിനോട് നമ്മൾ റൗണ്ട് ചെയ്യുമായിരുന്നു അല്ലെ. അപ്പൊ നമ്മുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആയിട്ട്, അതായത് നമുക്ക് ലീഫ് വരെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ ഒരു എഡ്ജസ് റൗണ്ട് ചെയ്യാനാണ് പറയുന്നത്. ദെൻ എന്നിട്ട് ആ ഒരു ഫിഗറിനെ സേവ് ചെയ്യുന്നതാണ് പ്ലോട്ട് ഡോട്ട് സേവ് ഫിഗർ പ്ലേ ടെന്നീസ് അണ്ടർസ്കോർ ഡിസിഷൻ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പേര് പറഞ്ഞ് ഇവിടെ ഈ മെൻഷൻ ചെയ്യുക, പ്ലേ ടെന്നീസ് ഡിസിഷൻ ട്രീ ഡോട്ട് PNG എന്ന് പറയുന്ന പേര് വെച്ചിട്ട് അത് സേവ് ചെയ്യാനാണ് അവിടെ പറയുന്നത്. പിന്നെ ഉള്ളത് നമുക്ക് ആ ഫിഗർ എന്താണോ എഴുതി വരേണ്ടത്, ഫിഗറിന്റെ പേരെന്താണോ അത് പ്രിന്റ് എന്നും പറഞ്ഞ് നമ്മൾ കൊടുക്കും.